നമ്പൂതിരിയുടെ ഇല്ലത്ത് ഭക്ഷണമില്ല, അഷ്ടിക്ക് പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേനുണ്ടാകുന്ന മലയാളികളുടെ ദുഃഖം ഭയങ്കരമാണ്. പക്ഷെ ഒരു ദിവസവും അഷ്ടിക്ക് വകയില്ലാത്ത അവന് വിധിയുമാണ്. പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പോലും പ്രതികരിക്കാൻ പറ്റാതായി പോയ ഒരു ജനതയുടെ പ്രതിനിധി എന്ന രീതിയിലാണ് പുള്ളിയെ എങ്ങനെ കാണിച്ചിരിക്കുന്നത്. സർക്കാർ കാണിക്കുന്ന നമ്മളോട് ഇപ്പോൾ ഇങ്ങനെ സിനിമ ചെയ്യാൻ കാണിച്ച മനസ്സിന് വലിയ താങ്ക്സ്, വലിയ ഇത്. പക്ഷേ കുറച്ചുകൂടെ ഗൗരവപരമായി കാണാൻ ഇതിന് ഈ ഫണ്ട് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ കൊടുത്തു എന്ന് പറയുന്നതും ഈ സിനിമ ആവശ്യപ്പെടുന്ന അത്രയും ഒരു സാമ്പത്തികത്തിന് കിട്ടിയോ എന്നുള്ളൊരു സംശയമുണ്ട്. ഈ അടുത്ത കാലത്തായിട്ടാണ് ഇപ്പം ജാതി ആണെങ്കിൽ അത്തരം വിവേചനങ്ങളും വിഷയങ്ങളൊക്കെ മലയാളത്തിൽ അങ്ങനെ വലിയൊരു പ്രമേയമായിട്ട് വരുന്നത്. അതിനും ഇപ്പോൾ ഇങ്ങനെ സ്വീകാര്യത ഒക്കെ വർദ്ധിച്ചു വരുന്നേ ഉള്ളൂ. സിനിമ എന്തുകൊണ്ട് കൈകാര്യം ചെയ്തില്ല എന്ന് വെച്ചാൽ സിനിമ ഒരു കച്ചവട എന്താ പറയുക സൗന്ദര്യ സങ്കല്പത്തിൻ്റെ വേറൊരു സ്പേസും കൂടെയാണ്. സൗന്ദര്യ സങ്കല്പത്തിലുള്ള ഒരു സവർണ്ണ മനോഭാവം തന്നെ സിനിമയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അത് സംഭവിച്ചിട്ടുണ്ട് ഇല്ലെന്നല്ല. പൈസയായിട്ട് ഇവർക്ക് കൊടുക്കില്ല, ഒരു കാർഡാണ് കൊടുക്കുന്നത്. ആ കാർഡ് കൊടുത്തു കഴിയുമ്പം അതിലെഴുതും ഇവൻ 10 കിലോ തേയിലെന്നുള്ളി. അപ്പോൾ ഈ 10 കിലോയുടെ മൂല്യത്തിനുള്ള സാധനങ്ങൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, പൈസ കൊടുക്കില്ല. അപ്പോൾ ഈ കാർഡിൻ്റെ പേരാണ് പിരുതി കാർഡെന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമായിരുന്നു, ഇതൊക്കെ ഇവിടെ നടന്നിരുന്ന കാര്യങ്ങളാണ്. ഹായ്, ചുരുൾ സിനിമയുടെ വിശേഷങ്ങളുമായി രാഹുൽ രാജ്, പ്രമോദ് വിളയനാട്, രാജേഷ് ശർമ്മ 3 പേരും നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ഒരു നമസ്കാരം. ഈ സിനിമയിലൊരു അതിൻ്റെ ട്രെയിലറൊക്കെ കാണുന്ന സമയത്തും ഈ സിനിമ ഉണ്ടായി വരുന്നത് സംസ്ഥാന സർക്കാർ SST വിഭാഗങ്ങൾക്ക് നൽകുന്നൊരു പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടിയാണ്. അപ്പം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെ അവരുടെ സ്റ്റോറീസ് പറയേണ്ടത്, അവരുടെ ഏത് നരേഷനും പറയേണ്ടത് അവർ തന്നെ ആവുമ്പോൾ അതിന് വരുന്നൊരു കൂടുതൽ ഭംഗിയുണ്ടെന്ന് എപ്പോഴും വരാറുണ്ട്. കൂടുതലൊരു സത്യസന്ധത ആ ഒരു ആർട്ട് വർക്കിൽ വരുന്നുണ്ടെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു സാധാരണ സിനിമയിൽ വരുന്നതിനേക്കാൾ ഒരു സന്തോഷം തോന്നിയോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആ രീതിയിലും കൂടിയുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പാർട്ടാവുന്നതെന്നൊക്കെ തോന്നിയോ ചുരുളിൻ്റെ ഭാഗമാവുന്ന സമയത്ത്? അല്ല, ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും ഉണ്ടെന്നുള്ളത് ആലോചിച്ചത്. നമുക്ക് വേറൊന്നുമില്ല, ഇപ്പം അരുൺ വിളിച്ച് കഥ പറയുന്നു, നമുക്ക് കഥ ഇഷ്ടപ്പെട്ടു, ഞാൻ സ്ക്രീൻ പ്ലേ ഒന്ന് വായിക്കാൻ തരുമോ, സ്ക്രീൻ പ്ലേ വായിച്ചു, ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ വന്നൊരു സിനിമയാണ്. അപ്പോൾ ഇത് ആകെ അറിയാവുന്നത് KSFDC ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഈ സിനിമ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ളത് ആസ് ആക്ടേഴ്സ് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഈ സിനിമ പറയുന്ന കണ്ടൻറ്റ് അതാണ് ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നത്. പിന്നെ വളരെ ശരിയാണ്, അടിച്ചമർത്തപ്പെട്ടവർ തന്നെ പറയുമ്പോഴാണ് അത് കൂടുതൽ. പക്ഷേ ഇത് സിനിമയാണ്, അപ്പം അതിനൊരു ക്രാഫ്റ്റുണ്ട്. അപ്പം അതറിയാവുന്ന ഒരാൾ ഇങ്ങനൊരു പദ്ധതിയിലൂടെ വരുമ്പോൾ ആ സിനിമ നന്നാവുമ്പോൾ ആ ഒരു പദ്ധതിയുടെ തന്നെ വിജയമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ആസ് ആക്ടേഴ്സ് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ളൊരു വേഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ട്രെയിലറിലെ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് പ്രമോദ് വിളയനാടിന് ഇതിനകത്തുള്ള ഒരു ക്യാരക്ടറിനെ കൈകാര്യം ചെയ്യാനുണ്ടെന്നാണ് നമുക്ക് ആ ട്രെയിലർ നൽകുന്ന സൂചന. ഒരു എന്താ പറയുക, ഒരു പ്രതിഷേധമുണ്ട്, ഒരു പ്രതികാരത്തിൻ്റെ എന്തോ എലമെൻറ്റുകളോ എല്ലാം ഉള്ളൊരു ആഴമുള്ള ഒരു കഥാപാത്രമാണെന്ന് തോന്നുന്നു. അപ്പം ത്രില്ലർ ഗണത്തിൽ വരുന്നൊരു സിനിമയാണ്, പക്ഷേ ഒരുപാട് ട്വിസ്റ്റും ടേൺസ് ഒന്നും പറയാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാൽ എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ചിട്ട് വളരെ സ്പെഷ്യൽ ആണോ ചുരുള്? അതെ, ഒരു സത്യൻ എന്ന് പറഞ്ഞ ഒരു ഹൈ റേഞ്ച് ഏരിയയിൽ ജീവിച്ച ഒരാളുടെ ജീവിതത്തിലൂടെ ഒരു യാത്രയാണ് സിനിമ. അദ്ദേഹം നേരിട്ട അല്ലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന് സംഭവിച്ച ചില വിഷയങ്ങൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാകും, ഈ വിഷയം പലയിടത്തും കേട്ടിട്ടുണ്ടാകും. നമ്മൾ പ്രതികരിക്കാൻ പറ്റാതായി പോകുന്ന പല സമയങ്ങളുണ്ടായിരുന്നു. പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ പോലും പ്രതികരിക്കാൻ പറ്റാതായി പോയ ഒരു ജനതയുടെ പ്രതിനിധി എന്ന രീതിയിലാണ് പുള്ളിയെ എങ്ങനെ കാണിച്ചിരിക്കുന്നത്. വളരെ സത്യസന്ധമാണ് കാര്യങ്ങൾ. അത് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് നിൽക്കണ്ടേ, അല്ലെ ഇത് നിർത്തണ്ടേ, അല്ലെ ഇതിന് ഒരു അവസാനമില്ലേ എന്നുള്ള ചോദ്യത്തിലാണ് നമ്മുടെ സിനിമയുടെ പോക്ക്. അത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ കഥയിലൂടെയാണ് അത് പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള സിനിമകൾ പറയുമ്പോൾ ഈ സർക്കാർ കാണിക്കുന്ന നമ്മളോട് ഇപ്പോൾ ഇങ്ങനെ സിനിമ ചെയ്യാൻ കാണിച്ച മനസ്സിന് വലിയ താങ്ക്സ്, വലിയ ഇത്. പക്ഷേ കുറച്ചുകൂടെ ഗൗരവപരമായി കാണാൻ ഇതിന് ഈ ഫണ്ട് ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ കൊടുത്തു എന്ന് പറയുന്നതും ഈ സിനിമ ആവശ്യപ്പെടുന്ന അത്രയും ഒരു സാമ്പത്തികത്തിന് കിട്ടിയോ എന്നുള്ളൊരു സംശയമുണ്ട്. അത് കൊടുത്തിരുന്ന കുറച്ചുകൂടെ ഭംഗിയാക്കി ചെയ്യാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം ഈ ഡയറക്ടർ ഗംഭീര ഡയറക്ടർ, ഞാൻ പുള്ളിയെ ഇത് ആയിട്ട് പറയല്ല. ഞങ്ങൾ ഉണ്ടായിരുന്ന കുറേ ദിവസങ്ങൾ ഒന്നിച്ച് 10-20 സ്ഥലത്ത് ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അത് ഏത് രീതിയിലാണ് ഈ സിനിമയെ പറയാൻ ആഗ്രഹിച്ചതെന്നും നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അത് പറയാൻ എത്തപ്പെടാൻ പറ്റാതായി പോയ ചില ഫണ്ടിൻ്റേതായ പ്രശ്നങ്ങൾ, ചില പുള്ളി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ട വന്നു.
അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ സൗന്ദര്യം കുറഞ്ഞ് കാണും. ഇപ്പോൾ നമ്മളൊരു രണ്ട് കമ്മലിട്ട് നിൽക്കേണ്ട ഒരു പെണ്ണിന് കമ്മലില്ലെങ്കിൽ അതിൻ്റെതായ പോരാ. അപ്പോൾ അങ്ങനെ ആ ഭംഗിയുടെ കുറവുകൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുള്ളിയുടെ ഡയറക്ടറുടെ കുഴപ്പമോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ കുഴപ്പമല്ല, അത് അതിനും അതിൻ്റെ അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കാം. കാരണം ഇതൊരു മത്സര സ്വഭാവവും ഈ സിനിമയ്ക്കെന്നല്ല, സിനിമയ്ക്ക് മൊത്തത്തിലൊരു മത്സര സ്വഭാവമുണ്ട്. എൻ്റെ സിനിമയ്ക്ക് കൂടുതൽ ആൾ കാണണം, അല്ലെങ്കിൽ ഞങ്ങളുടെ സിനിമ കൂടുതൽ ആൾ കാണണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. ഇത് സർക്കാരിൻ്റെ ആയതുകൊണ്ട് സർക്കാർ ഇതുവരെ തേവരുടെ ആന വലിയോടെ വലിയ എന്ന് പറയുന്നത് പോലെ അങ്ങനല്ലാതെ ഇത് ആളെ കൂടെ കയറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ചേരുവകൾ ചേർക്കണം, അതിനുള്ള പരസ്യങ്ങളുണ്ട്, അതിനുള്ള മറ്റു കാര്യങ്ങൾ. അപ്പോൾ ചെയ്തു വെക്കാവുന്ന കൊടുത്ത ഫണ്ടിൽ നിന്ന് ഏറ്റവും ഭംഗിയായ ഒരു വസ്തു അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയും അത് ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാക്കി മാറ്റുകയും അതിൻ്റെ പുറകിൽ കുറച്ചുകൂടെ പണിയുണ്ട്. ആ പണിയും കൂടെ ചെയ്താൽ ശരിക്കും ഒരു ഇത് മുമ്പേ പറഞ്ഞ ഒരു തുടക്കമാകും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ നേരത്തെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട ഈ കരിങ്കല്ലൊക്കെ പണിയുമ്പോഴേ ഒരു കല്ലിങ്ങനെ വെച്ചിട്ട് അതിനിടയിൽ കല്ലിളകാതിരിക്കാൻ വേണ്ടി ചീള് വെക്കും ചെറിയത്. അങ്ങനെ ചീളുകളായി നിൽക്കുന്ന ക്യാരക്ടേഴ്സുകൾ ചെയ്തിരുന്ന ആളാണ് ഞാൻ. ഒരു വലിയ നായകന് അല്ലെ അതുപോലുള്ള ആളുടെ ആ കല്ലിന് ഇളക്കം തട്ടാൻ. പക്ഷേ നമ്മൾ ഈ കല്ലില്ലെങ്കിൽ വേറെ കല്ലെടുത്ത് വെക്കും, പക്ഷേ വലിയ കല്ല് അവിടെ തന്നെ ഇരിക്കും. ഇതിന് പറ്റുന്നൊരു കല്ല് എന്ന് പറഞ്ഞ പോലെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു വന്ന് ഞാൻ അല്ലെ ഞങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത് ആരുടെയൊക്കെയോ ഭാഗ്യം, അല്ലെ ഞങ്ങളുടെ വലിയ ഇത്ര നാളത്തെ അധ്വാനത്തിൻ്റെ ഒരു ഫലമായി കാണുന്നു. അപ്പോൾ എല്ലാവരും പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ട് ഈ സിനിമ വിജയിപ്പിക്കണമെന്ന് ഈ ചെറിയ വേളയിൽ ചെറിയ വാക്കുകളെ പറഞ്ഞോളൂ. ചെറിയ വാക്കുകളും ചെറിയ വേള അതായത് അരമണിക്കൂർ നിങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെ, ഇപ്പോൾ ഈ ഇത്തരം പദ്ധതികൾ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുന്നതുകൊണ്ട് ഈ ഫണ്ടിൻ്റെ പരിമിതികൾ ഉണ്ടായിരിക്കാം. ഇപ്പോൾ വനിതാ സംവിധായകർക്കും ഇതേപോലെ സിനിമയ്ക്കുള്ള അവസരം ഉണ്ടായിരുന്നു. ഇപ്പോൾ B32 മുതൽ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയ സിനിമകളൊക്കെ എല്ലാം ഉണ്ട്. ഇപ്പോൾ നിഷിദോ ഡിവോഴ്സ് ഒക്കെയാണ് ആ കൂട്ടത്തിൽ വലിയ ചർച്ചയായത്. പക്ഷേ എപ്പോഴും ആളുകൾ ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും തിയേറ്ററിൻ്റെ ഏത് ഷോക്കെയാണ് ഇത് വരുന്നത്, അതൊക്കെ ചെറിയ പ്രശ്നങ്ങളാവാറുണ്ട്. അപ്പം ഇത് വനിതാ സംവിധായകരുടെ കഴിഞ്ഞിട്ട് ഇതൊരു അടുത്ത ഘട്ടമായിരുന്നല്ലോ. അപ്പം നിങ്ങൾ സിനിമയിൽ നിന്ന് സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ കുറേയൊക്കെ അതിൻ്റെ ഭാഗങ്ങളിൽ വന്നവരാണല്ലോ. അപ്പം നിങ്ങൾ ഈ സിനിമയുടെ ഭാഗമായ സമയത്ത് അപ്പുറത്തുള്ളതൊരു നവാഗതനായിട്ടുള്ള സംവിധായകനാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞിരുന്നു, നമുക്ക് ഈ ഒരു പുതിയ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കാനുള്ള അവസരം എങ്ങാനും ലഭിച്ചിരുന്നോ? എനിക്കറിയാം അതൊരു ഫസ്റ്റ് ആണ്, ബട്ട് ഒരു തോട്ട് പ്രോസസ്സിലോ എവിടെയെങ്കിലൊക്കെ ഒരു എങ്ങനെ മാർക്കറ്റിംഗ് സാധ്യതകളെ കുറിച്ചൊന്നും നമ്മൾ ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ പ്രോജക്റ്റിനെ കുറിച്ചാണ്. KSFDC മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പുതിയ അവരുടെ കയ്യിൽ നല്ല സബ്ജക്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പുതിയ സംവിധായകരെ ഉണ്ടാക്കിയെടുക്കാൻ എന്ന് വെച്ചാൽ പുതിയ ആളുകൾ വരുമ്പോഴാണ് പുതിയ കാഴ്ചകൾ ഉണ്ടാകുന്നതും പുതിയ അല്ലേ, അത് ഇപ്പോൾ അതിൻ്റെ ഒരു ട്രെൻഡാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് KSFDC ഈ പരിമിതമായ ഫണ്ട് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളതുകൊണ്ട് പരിമിതമായ ഫണ്ടിൽ നിന്നുകൊണ്ട് മികച്ച സിനിമകൾ, ഇതുവരെ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും മികച്ചതാണ് എന്നുള്ളതാണ്. മിനി ചെയ്ത ഡിവോഴ്സ് ആണെങ്കിലും അതുപോലെ B32 ഇതൊക്കെ സമൂഹം ചർച്ച ചെയ്ത മനോഹരമായ സംസ്ഥാന അവാർഡ് വരെയും ലഭിച്ചിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ വർക്കുകളൊന്നും മോശമല്ല, കാരണം അത്രയും നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സമിതി സെലക്ട് ചെയ്യുന്നൊരു സ്ക്രിപ്റ്റാണ്. അങ്ങനെ സെലക്ട് ചെയ്ത സ്ക്രിപ്റ്റാണ് ശരിക്കും ചുരുളും. ഇതിൻ്റെ സംവിധായകൻ അരുണാണെങ്കിലും ഇതിൻ്റെ DOP പ്രവീണാണെങ്കിലും ഇതിന് വേണ്ടിയിട്ട്, പിന്നെ അത് അവർ മാത്രമല്ല കേട്ടോ, സഹീർ അലി ഉണ്ട്, പിന്നെ മോനേട്ടൻ, ഇവരൊക്കെ ഇതിൻ്റെ അകത്ത് ഈ ചെറിയ ഫണ്ടിൽ നിന്നുകൊണ്ട് ഈ ഒരു വലിയ കൺസെപ്റ്റ്, വലിയ സ്ക്രിപ്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും നന്നായിട്ട് അത് സ്ക്രീനിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഇതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു ചെറിയ ഫണ്ടായതുകൊണ്ട് ഞങ്ങൾ ചെറിയ നടന്മാർ വന്നത്. ഇങ്ങനെ മറ്റേ സാറ്റലൈറ്റ് വാലിയൊക്കെ നോക്കണ്ടാവും. പക്ഷെ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട വേഷങ്ങളും നിങ്ങൾ ഗംഭീര നടന്മാരാണ് എന്നുള്ളതിൽ നമുക്ക് വലിയ അതിനകത്ത് സംശയമൊന്നുമില്ല. ഇന്റർവ്യൂവിന്റെ ഞാൻ അയച്ചു അതാണ് എൻ്റെ ഈ പ്രോജക്റ്റ്. ഇതറിഞ്ഞ കാലം മുതൽ എനിക്ക് ഭയങ്കര, കാരണം ഒരു തലമുറയെ നമ്മൾ ഉണ്ടാക്കുകയാണ്. സർക്കാർ ജനങ്ങളുടെ പൈസ മുടക്കിയിട്ടാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഈ ഉത്തരവാദിത്വം എല്ലാം കഴിഞ്ഞു. ഇനി പ്രേക്ഷകരുടെ ഒരു ഉത്തരവാദിത്വമുണ്ട്. തിയേറ്ററിൽ വന്ന്
ഇത് കാണുക എന്നുള്ളത് കണ്ട് വിലയിരുത്തുക പറഞ്ഞ തമിഴ് സിനിമകളിലൊക്കെ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ വല്ലാതെ വന്നു ഒരുപാട് കഴിഞ്ഞു. പാരഞ്ചത്തിന്റെ അവരൊക്കെ ആണെങ്കിലും ചെയ്ത് എല്ലാവരുടെയും അവർ പറയുന്ന രാഷ്ട്രീയം വല്ലാത്ത രാഷ്ട്രീയമല്ലേ അത്. പക്ഷെ അത് നമ്മുടെ മലയാളത്തിൽ അത്രത്തോളം വന്നിട്ടുണ്ടോ എന്ന് ഇനിയിപ്പോൾ ഒരു തുടക്കമാകട്ടെ എന്ന്. അപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഇതിന്റെ രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കുന്ന സമയത്ത് ഒരു മേ ബി കുറച്ച് വർഷം മുൻപ് വരെ നമ്മൾ പ്രേക്ഷകർക്കാണെങ്കിലും പൊതുവെ മലയാളികൾക്കൊക്കെ ഇടയ്ക്കൊരു വളരെ ചെറിയൊരു വിഭാഗമാണ് കേരളത്തിൽ നിൽക്കുന്ന ജാതീയതയെ പറ്റിയിട്ടും അല്ലെങ്കിൽ അത്തരത്തിൽ അടിത്തട്ടിലുള്ള മനുഷ്യന്മാർ കൃത്യമായിട്ടുള്ള വിവേചനം എല്ലാ ഘട്ടത്തിലും ഇപ്പോൾ പോലീസിൻ്റെ അടുത്തു നിന്നാണെങ്കിലും നിയമ സംവിധാനങ്ങളുടെ ഒക്കെയും സർക്കാർ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഒരുതരം വിവേചനം നേരിടുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ പണ്ടത് പറയുന്ന സമയത്ത് കേരളത്തിൽ അങ്ങനെയൊന്നും നടക്കില്ല, നമ്മൾ വിദ്യാഭ്യാസത്തിൽ മുന്നിൽ, നമ്മൾ എല്ലാ കാര്യങ്ങളിലും മുന്നിലുള്ള ഒരു സമൂഹമാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മുടെ സമൂഹത്തിൽ തന്നെ അടിച്ചമർത്തപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവർ ജാതീയമായിട്ടുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ടെന്നുള്ളതൊക്കെ അറിയാം. നിങ്ങൾ മറ്റു പല സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് നാടകത്തിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലം ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ ആ സമയത്ത് നാടകങ്ങളിൽ അന്നും കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വിഷയങ്ങൾ സംസാരിക്കാറുണ്ട്. വിളിച്ചു പറഞ്ഞത് പ്രേക്ഷകരോട് അല്ലെ ജനങ്ങളോട് ആദ്യം വിളിച്ചു പറഞ്ഞ ഇതിനൊക്കെതിരെ ആദ്യം ശബ്ദം ഉയർത്തിയ നാടകം എന്ന് പറഞ്ഞ 3 അക്ഷരം തന്നെ. അപ്പം ഈ സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് കുറച്ചുകൂടെ ആഴത്തിൽ ഒരു കലയിലൂടെ ഇത്തരം ജാതി വിവേചനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത് കുറച്ചുകൂടെ ആഴത്തിൽ ഈ സിനിമയിൽ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു തിരക്കഥയ്ക്ക് അങ്ങനെ ഒരു ബലം കൂടി ഉണ്ടെന്ന് അങ്ങനെ നിങ്ങൾക്ക് 3 പേർക്കും തോന്നിയിരുന്നോ നിങ്ങളുടെ കഥാപാത്രം? തീർച്ചയായിട്ടും അങ്ങനെയൊരു കാര്യമുണ്ട്. ഇതിനകത്തൊരു ചരിത്രം, ഇത് ഈ പ്രമോദിൻ്റെ ക്യാരക്ടറിന് 3 കാലഘട്ടങ്ങളിലൂടെ ഇത് വലിയ ഡിഫറൻസ് ഇല്ലാത്ത 3 കാലഘട്ടങ്ങൾ, ഇത് സംസാരിച്ച് കടന്നു പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു ചരിത്രത്തിൻ്റെ അന്വേഷണം കൂടിയാണ്. ഇത് വന്നു നിൽക്കുന്ന ഒരു ഇടം എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനാണ്. മേജർ ഭാഗം പോലീസ് സ്റ്റേഷനിൽ സംഭവിക്കുന്നുണ്ട്. മുമ്പ് അന്ന നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഈ കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്തു എന്ന് വിദ്യാഭ്യാസത്തിലൂടെയോ ഇല്ലെങ്കിൽ മറ്റ് ജീവിത രീതികളിൽ കൂടെയോ നമ്മൾ ജനാധിപത്യം സ്ഥാപിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് ഇതിപ്പോഴും ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ വളരെ കൃത്യമായിട്ട്, ഇതൊരു ത്രില്ലർ കൂടിയാണ് എന്നാൽ പോലും പറയണം, പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ കൃത്യമായിട്ട് ഈ ജാതീയമായിട്ടുള്ളൊരു അവിടെ നമ്മൾ കാണേണ്ടത് ഈ നമ്മൾ സാധാരണ സമൂഹത്തിൽ പറയുന്ന ജാതി അല്ല, അതിനകത്ത് ഔദ്യോഗികമായിട്ടുള്ള പവർ സ്ട്രക്ചർ വരുന്നത്. വിവേചനം എന്ന് പറയുന്നത് എല്ലാ തട്ടിലും ഉണ്ട്. ഇപ്പം ചിലപ്പം ജാതീയമായിട്ടായിരിക്കാം, മതപരമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ പേരിലായിരിക്കും, അങ്ങനെ പല രീതിയിലുണ്ട്. ക്ലാസിൻ്റെ പേരിലായിരിക്കും. അപ്പം എൻ്റെ അമ്മയൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അമ്മയുടെ അമ്മുമ്മ ഇന്നത് ചെയ്ത്, എനിക്കത് പറയാൻ പറ്റില്ല, ഇന്നത് ചെയ്യാൻ പാടില്ല, അത് ഇന്നതാണ് കാരണമെന്ന് പറയുന്നത്. ഇത് അമ്മ അങ്ങനെ അത് വിവേചനമാണെന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല, അവർ വളർന്നു വന്ന സാഹചര്യം അതാണ്. ഇത് എന്നിലേക്ക് വന്നപ്പോൾ ഞാനിത് കുറച്ചും കൂടെ അവെയറാണ്. ശരി, അത് ശരിയല്ലല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ട്. അപ്പോൾ എനിക്കൊരു മോളുണ്ട്, 2.5 വയസ്സേ ഉള്ളൂ. അവൾ വളർന്നു വരുമ്പോൾ നമ്മൾ ഈ ചർച്ചയില്ലേ, ഈ ചർച്ചയ്ക്ക് ഒരു പ്രസക്തി ഉണ്ടാവാത്ത രീതിയിൽ ഈ വിവേചനങ്ങൾ സമൂഹത്തിൽ നിന്ന് മാറുമായിരിക്കാം, അതൊരു പ്രതീക്ഷയാണ്. ഇപ്പം ഇങ്ങനെയുള്ള ചർച്ചകൾ ചെയ്യുന്നതും ഈ ആളുകൾ ഇതിനെക്കുറിച്ച് അവെയർ ആവുന്നതും ചിലപ്പം അടുത്ത ജനറേഷനിലേക്ക് ഇങ്ങനെയുള്ള പ്രാക്ടീസസ് പാസ് ഓൺ ചെയ്യാതിരിക്കാൻ ചർച്ചകൾ സംഭവിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം ചർച്ച സംഭവിച്ചത് നാളെ രാവിലെ ഇത് നേരെ ആവില്ല, ഒരിക്കലും. ഇത് ചിലപ്പോൾ ഒരു 5, 10, 15 വർഷം കൊണ്ടായിരിക്കും. അപ്പോൾ അടുത്ത തലമുറ ഈ പ്രായത്തിലെത്തുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോട് ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് ആശിക്കാം. തീപ്പൊരി തീയായി മാറാൻ ഒരുപാട് സമയം വേണ്ട, തീയാകും, അങ്ങനെ തന്നെ വേണം. അതിനൊരു തുടക്കം നമ്മുടെ ഇതൊരു തീപ്പൊരി പോലെങ്കിലും ആയി കിട്ടുക. 30 വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമയ്ക്ക് പ്രസക്തി ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥന. ഇപ്പൊ നമ്മൾ പറയുന്ന രാഷ്ട്രീയം 30 വർഷം കഴിഞ്ഞ് കാലങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചത് നല്ലതായിരുന്നു. അന്ന് ഒരു ചർച്ചയ്ക്ക് ഈ സിനിമ ഒരു സ്കോപ്പ് ആവുന്നത് ആ കാലം അതാണ്. ഇനി വരുന്ന ബോധമുള്ള തലമുറ വരുന്നുണ്ട്. ഈ മലയാള സിനിമയിൽ നമ്മൾ പറയുമ്പോൾ ഏറ്റവും പുതിയ പ്രമേയങ്ങൾ വരുന്നു, ഏറ്റവും പുതിയ രീതിയിലുള്ള ഇപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ കാര്യം പറയും, ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ മോഡലിൽ ഒരു സിനിമ വരുന്നു, ഇവിടെ വേറെ ട്രീറ്റ്മെൻറ്റിലുള്ള ഹൊറർ സിനിമകൾ വരുന്നു. ഇതെല്ലാം പറയുന്നതാണ്, പല റോണറുകൾ തന്നെ സ്പെസിഫൈ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള സിനിമകളെല്ലാം വരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇപ്പം ജാതി ആണെങ്കിൽ അത്തരം വിവേചനങ്ങളും വിഷയങ്ങളൊക്കെ മലയാളത്തിൽ അങ്ങനെ വലിയൊരു പ്രമേയമായിട്ട് വരുന്നത്. അതിനും ഇപ്പോൾ ഇങ്ങനെ സ്വീകാര്യതയൊക്കെ വർദ്ധിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടായിരിക്കും ബാക്കി എല്ലാത്തിലും പുതുമയും പുതിയ കഥാപാത്രങ്ങളെയും പുതിയ നരേഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന മലയാള സിനിമ ഈ വിഷയം തൊടാൻ ഇത്രയും വൈകിപ്പോയതെന്ന് നിങ്ങൾ ആലോചിക്കണം? തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് അത്രയധികം സിനിമകൾ വന്നു കഴിഞ്ഞു. നമ്മൾ കേരളത്തിൽ ആ സിനിമകളെല്ലാം ചർച്ചയാണ്. പക്ഷെ എന്നിട്ടും
മലയാള സിനിമയിൽ നിന്ന് അത് ഉണ്ടാവാൻ എന്തുകൊണ്ടായിരിക്കാം? പ്രമോദ്, ദളിത് യുവതിയുടെ കഥനകഥ എന്ന് പറഞ്ഞുകൊണ്ട് 95 മറ്റുമാണ് എം മുകുന്ദൻ്റെ ഒരു നോവലുണ്ടായിരുന്നു, ദളിത് യുവതിയുടെ കഥ. നമ്മുടെ മലയാളത്തിലെ സാഹിത്യം അത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞു, സാഹിത്യം കൈകാര്യം ചെയ്തിട്ടുണ്ട്, ശരി. നാടകം അത് കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. സിനിമ എന്തുകൊണ്ട് കൈകാര്യം ചെയ്തില്ല എന്ന് വെച്ചാൽ സിനിമ ഒരു കച്ചവട, ഈ എന്താ പറയുക, സൗന്ദര്യ സങ്കല്പത്തിൻ്റെ വേറൊരു സ്പേസും കൂടെയാണ്. അതുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ നായികമാരെ സെലക്ട് ചെയ്യുന്നത് തന്നെ നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി. എത്ര നേരത്തെ നീ ഒരു ഉദാഹരണം പറഞ്ഞേ, കട്ടപ്പനയിലെ ഋതിക് റോഷനിൽ മാത്രമാണ് ഒരു നായിക നമ്മൾ കണ്ടത്, പല്ലിന് കമ്പ്യൂട്ടർ നായിക. അതിന് മുമ്പ് ഇവിടില്ലേ അങ്ങനെ പല്ലിന് കമ്പ്യൂട്ടർ വരില്ലേ, അല്ലെങ്കിൽ കറുത്ത പിള്ളേർ നായികമാരായിട്ട് വരികയല്ലേ? ജീവിതത്തിലില്ലേ നമ്മുടെ ജീവിതമാണ് സിനിമയായിട്ട് കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ വണ്ണമുള്ള പിന്നെ വികൃതിക്കകത്തല്ലേ, മറ്റേ വികൃതിയല്ലേ, മറ്റേ തമാശക്കകത്ത് കഷണ്ടിയുള്ള ആൾ അല്ലേ, അങ്ങനല്ലേ? അങ്ങനത്തേക്കില്ല. ഞാനും പറഞ്ഞു എൻ്റെ തോന്നുന്നത് ഇത് അവരുടെയൊക്കെ ഈ തമിഴ്നാട് പോലെ അല്ല കർണാടക പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കണ്ണു തുറന്നാൽ ഈ കാഴ്ചകൾ കാണാം. ഇവിടത്തെ കാണുന്നുണ്ട്, പക്ഷെ അത് മനസ്സിൽ മാത്രം വെച്ചുകൊണ്ട് കിടക്കുക നമ്മുടെ ആളുകൾ. ഉള്ളു തുറന്ന് നോക്കുമ്പോൾ അതിനകത്തുണ്ട് ഇത് കൃത്യമായിട്ട്. അത് വെളിയിൽ കാണിക്കാൻ ചില എന്താ പറയുക, കുഴപ്പമില്ല, ഇല്ല മോനെ അങ്ങനൊന്നും ഇല്ലടാ, പ്രശ്നമില്ലാതെ ഇവിടെ അവനേതാണ് അവന് എന്ന് ചോദിക്കും. ഓടിക്കും. നമ്മളതല്ല, കുഴപ്പമില്ല അത്ര ഇന്നില്ലേ നാളെ ആട്ടെ. മലയാളി കുറച്ചുകൂടെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നൊസ്റ്റാൾജിയ എന്ന് നമ്മൾ പറയും. നമ്മൾ പഠിച്ച സ്കൂളിൽ പോവുക, നമ്മൾ പഴയ 10ാം ക്ലാസ്സിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ നൊസ്റ്റാൾജിയ ഭയങ്കര ഇഷ്ടമുള്ള, അതായത് ഈ നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കടന്നുപോയി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പഴയ കസേര, പഴയ മേശ, ക്ലാസിക്, അതിന് നമ്മൾ പറഞ്ഞ ക്ലാസിക് എന്നാണ്. ആൽത്തറയുള്ള മറ്റേ തുളസിത്തറയുള്ള ഒരു വീട്, നമ്മുടെ സൗന്ദര്യ സങ്കല്പത്തെയാണ്. ഈ സൗന്ദര്യ സങ്കല്പം ഈ സൗന്ദര്യ സങ്കല്പം എല്ലാം കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനമാണ്. അതന്നെ, ലൈക്ക് സൗന്ദര്യ സങ്കല്പത്തിലുള്ള ഒരു സവർണ മനോഭാവം തന്നെ സിനിമയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. അത് സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. വിൽപ്പന നടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളൂ. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ കൈകാര്യം ചെയ്ത സിനിമകൾ നമുക്ക് സമാന്തര സിനിമകളിൽ കുറച്ചും കൂടെ വന്നിട്ടുണ്ട്. ഇതുപോലെ പോലെ ഒരു ചർച്ചയ്ക്ക് ഇരുന്നിട്ടില്ല, അവിടെ വന്നു അതിലേക്ക് പോയി എന്നല്ലാതെ അതൊന്നും നമ്മൾ തിയേറ്ററിൽ പോയി നമ്മൾ ചർച്ച ചെയ്യുമെന്നുള്ളതല്ലാതെ ഫാമിലി ആയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ആഘോഷത്തോടു കൂടി നമ്മളാരും മലയാളി ഒന്നും സിനിമ അല്ല. ആ സിനിമകൾ 5 ലക്ഷം രൂപയ്ക്ക് ചെയ്ത സിനിമയുടെ ചർച്ച പോലും ചെയ്തിട്ടില്ല. 5 ലക്ഷം സിനിമ അറിയാമല്ലോ, ആ സിനിമയ്ക്ക് കിട്ടിയ സ്വീകാര്യത പോലും അങ്ങനെയുള്ള സിനിമ കിട്ടിയിട്ടില്ല. അതൊക്കെ ഒരു തലമുറയാണ് അത് മാറ്റിയെടുക്കേണ്ടത്. ബോധമുള്ള തലമുറ തന്നെയാണ് അവരത്. ഫോർ എന്റർടൈൻമെന്റ് എന്നുള്ളൊരു പൊതുധാരണയുണ്ട്. അപ്പം ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കില്ല. അപ്പൊ ഇതിന് അതുകൊണ്ടായിരിക്കാം കൂടുതൽ സമാന്തര സിനിമകൾ. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇപ്പോൾ കർണനാണെങ്കിലും പരിയേരും പെരുമാളാണെങ്കിലും ബാക്കിയുള്ള ഒരുപാട് സിനിമകളാണെങ്കിലും അതിപ്പം എന്റർടൈൻമെന്റ് സ്പേസിൽ തന്നെ ഇപ്പോൾ കാലേ പോലൊരു സിനിമ അതിനകത്ത് പറയുന്നത് വളരെ എന്റർടൈനിങ് ആയിട്ട് എടുത്തേക്കൊക്കെയാണല്ലോ. എന്റർടൈനിങ്ങിനെക്കാട്ടിയും കൂടുതൽ ഇപ്പം അവിടുത്തെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് ഉണ്ട്. ഹ്യൂമൻ പൊളിറ്റിക്സ് ആണെങ്കിൽ ജാതീയമായിട്ടുള്ളതെല്ലാം അത്രയും പ്രശ്നം ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മേ ബി അതുണ്ട്, പക്ഷെ അത് ഉള്ളിൽ വെച്ചിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കത് പുറത്ത് വരുന്ന സ്ഥലങ്ങൾ ഭയങ്കര പോളിഷ് കൃത്യ ഉത്തരം അത് തന്നെ എല്ലാവരുടെ മനസ്സിലായി. അതിനൊരു കാര്യം, നമ്മൾ കൊട്ടാരത്തിലും നാലുകെട്ടിലും ക്ഷേത്രങ്ങളിലും പണ്ടൊരാൾ പറഞ്ഞൊരു രസകരമായൊരു സാധനമുണ്ട്. ദുഃഖം കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്പൂതിരിയുടെ ഇല്ലത്ത് ഭക്ഷണമില്ല, അഷ്ടിക്ക് പോലും ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേനുണ്ടാകുന്ന മലയാളികളുടെ ദുഃഖം ഭയങ്കരമാണ്. പക്ഷെ ഒരു ദിവസവും അഷ്ടിക്ക് വകയില്ലാത്ത അവന് വിധിയോ അത് വളരെ നോർമലും മറ്റേതാണ് അബ്നോർമൽ പറഞ്ഞ ആരും ഒരാളത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, അത് വായിക്കുകയൊക്കെ ചെയ്ത
ഇതൊരു നമ്മളുടെ സൗന്ദര്യ ഇത് സങ്കല്പത്തിന്റെ ഒരു അത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരവർ എന്നാണ് പറയുന്നത്. ഇവരതല്ല, ഇവർ വല്ലപ്പോഴും വിട്ടുന്നോ അയ്യോ അത് പൊട്ടത് അവിടെ ഇല്ലത്ത് മറ്റവർക്ക് എന്നും ദുഃഖമാണ്. കഷ്ടത്തിലാണെന്ന് പറയുകയും മറ്റേത് അവൻ ഇല്ലേ നാളെ പണിക്ക് വരിക അതുപോലെ തീർത്ത്. നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി, നമ്മുടെ കലകൾ പോലും നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ മതി. ഈ ഹൈ റേഞ്ചിലെ മനുഷ്യന്മാരും പൊതുവെ ഇപ്പം നമ്മൾ ജിയോഗ്രഫിക്കലി നോക്കുമ്പോൾ ഏറ്റവും സൗകര്യങ്ങളുള്ള ഭാഗത്ത് പട്ടണത്തോട് ചേർന്ന് ജീവിക്കാൻ ഉള്ള ഒരു സാമ്പത്തിക സ്ഥിതി ചിലർക്ക് ഉണ്ടാവില്ല. അത് ഉണ്ടാവാനുള്ള ഒരു വഴിയും അവർക്ക് ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ വയനാടും പെട്ടിമുടിയും ഒക്കെ വലിയ ചർച്ചയാണ്. എന്തുകൊണ്ട് വയനാട്ടിലും പെട്ടിമുടിയിലും ഒക്കെ ആ മനുഷ്യർക്ക് പോയി താമസിക്കേണ്ടി വന്നു എന്നുള്ളതും കൂടെ ചിന്തിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലം എസ്റ്റേറ്റും തോട്ടം തൊഴിലാളികളൊക്കെ ഉണ്ട്. അവരും നമ്മുടെ സിനിമകളിൽ വളരെ അപൂർവമായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ എസ്റ്റേറ്റ് തോട്ടം തൊഴിലാളികൾ അവരുടെയൊക്കെ ജീവിതം എങ്ങനെയാണെന്ന് നേരത്തെ ഈ സിനിമയിലേക്ക് വരുന്നതിന് മുൻപേ അറിയുമായിരുന്നോ, അല്ലെങ്കിൽ ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ ഈ തോട്ടം തൊഴിലാളികളുടെ ജീവിതത്തെയൊക്കെ പറ്റി നമ്മൾ ഈ വയനാടിൻ്റെയും കൂടി ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെ നമ്മുടെ ഡയറക്ടർ കഥ പറഞ്ഞ കൂട്ടത്തിലും ഡയലോഗ്സിലൊക്കെ ഉണ്ട് പിരതി എന്നൊരു വാക്കിനകത്ത് പറയുന്നുണ്ട്. പിരതി എന്നൊരു. അപ്പം ഞാൻ ചോദിച്ചത് എന്താ സംഭവം എന്നാ ചോദിച്ചപ്പോൾ അതാണ് പുള്ളി പറഞ്ഞത്. ഈ തോട്ടം തൊഴിലാളികൾ തേയില എന്നുള്ളത് അത് ഈ ചെടി ഇങ്ങനെ കുലുക്കിയാൽ പൈസ കിട്ടുമെന്നാണ് പറഞ്ഞത്. തേയിലച്ചെടി ഇങ്ങനെ കുലുക്കിയാൽ അതിൽ പൈസ പൊഴിഞ്ഞു വീഴുമെന്ന് പറഞ്ഞാൽ ഇതുങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ജോലിക്കായിട്ട് കൊണ്ടുവരുന്നത്, ലയങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്, കൂട്ടമായിട്ട് താമസിപ്പിക്കുക. അപ്പോൾ ഇവരുടെ പറഞ്ഞത് ഇത് കുലിക്കാനല്ല, ഇത് നുള്ളിയാലെന്നാ. ഇതെടുത്തിട്ട് വിറ്റ് കഴിയുമ്പോൾ കാശ് കിട്ടും. പൈസയായിട്ട് ഇവർക്ക് കൊടുക്കില്ല, ഒരു കാർഡാണ് കൊടുക്കുന്നത്. ആ കാർഡ് കൊടുത്തു കഴിയുമ്പം അതിലെഴുതും ഇവൻ 10 കിലോ തേയില നുള്ളി. അപ്പോൾ ഈ 10 കിലോയുടെ മൂല്യത്തിനുള്ള സാധനങ്ങൾ കടയിൽ നിന്ന് മേടിച്ചോ പൈസ കൊടുക്കില്ല. അപ്പോൾ ഈ കാർഡിൻ്റെ പേരാണ് പിരതി കാർഡെന്ന് പറയും. ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമായിരുന്നു. ഇതൊക്കെ ഇവിടെ നടന്നിരുന്ന കാര്യങ്ങളാണ്. സാമ്പത്തികം കൊടുക്കില്ല, പൈസ കൊടുത്താൽ ഒരു പൈസക്കാരെ പോലെ അല്ലേ. അതുകൊണ്ട് അപ്പോൾ ഈ ഇഷ്ടമുള്ളത് ചെയ്യാലോ ആ പൈസ ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഇത് ചെയ്യരുത്. അതിനുവേണ്ടി ഈ കാർഡിൽ ഇന്നത് കൊടുക്കുക, അരി കൊടുക്കുക, ഇന്നത് കൊടുക്കുക, അവർക്ക് പലവ്യഞ്ജനങ്ങളുള്ള സാധനങ്ങൾ. അപ്പോൾ ആ കാർഡിൻ്റെ പേര്. അപ്പോൾ ഈ നമ്മളിപ്പോൾ 10 കിലോയുടെ തേയില നുള്ളിയിട്ട് 15 കിലോയ്ക്കുള്ള സാധനം മേടിച്ചെങ്കിൽ അത് കാർഡിൻ്റെ കളർ മാറും, വേറെ കളറാകും. അപ്പോൾ നമ്മൾ കടക്കാരനാണ് അവർക്ക്. മുതലാളിക്ക് നമ്മൾ പണി ചെയ്യുകയും ചെയ്യുമ്പോൾ കടവായിപ്പോയി. അങ്ങനത്തെ കാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകൾ പിന്നെ അതല്ല ഞാൻ ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്, ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉള്ള. അത് നമ്മൾ ഈ പറയുന്നതിൻ്റെയൊക്കെ അപ്പുറമാണ് ഈ സിനിമയെ ഞാൻ അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പെട്ടിമുടിയിലും നമ്മുടെ ഈ വെള്ളാർമലയിലൊക്കെ ഇതുണ്ട്. ഇതിന് മുമ്പ് ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഇതെല്ലാം കുഴപ്പമുള്ള സ്ഥലങ്ങളാണ് മാറണേന്ന്, പശ്ചിമഘട്ടം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അന്ന് ആരും ചെവിക്കൊണ്ടില്ല. ഇത്രയും വലിയൊരു പ്രശ്നം നടന്നപ്പോൾ ഇപ്പോൾ അത് ചർച്ച എന്ന് പറഞ്ഞ പോലെ കുറേ കാലത്തിന് ശേഷം ഈ സിനിമ ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ ചർച്ചയാകാതെ ഇങ്ങനെയൊക്കെ ഒരു വിഷയങ്ങളുണ്ട് പറയുന്നുണ്ട്. ചർച്ചയാവില്ല, 30 വർഷം കഴിഞ്ഞ് പ്രസക്തി ഉണ്ടാവാനാണ്. നമ്മൾ മറ്റൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നാട്ടുകാർ എന്ന് പറയുന്ന .com ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരുവിധം കുറേ സിനിമകളിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇപ്പം ഹാഷിറെ പോലെയുള്ള ഇപ്പോൾ വ്യക്തി വാഴ എന്ന് പറയുന്ന ഒരു സീരീസിലാകെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ആണ് വരുന്നത്. ഞങ്ങൾ പടം കണ്ടിട്ടില്ല, അങ്ങനെ വരുന്നത്. പക്ഷെ അവർക്ക് ആ സിനിമയെ തന്നെ ക്രൗഡിലേക്ക് എത്തിക്കുന്ന ക്രൗഡ് പുള്ളേഴ്സായി മാറാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. സിനിമയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നവർ അവന് സാധിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആളാണ് പ്രമോദ് ബലി. അപ്പോൾ ഇപ്പോൾ വരുന്ന അപ്പം അന്ന് നിങ്ങൾ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്ന് പോയിട്ട് കൊല്ലപ്പെടുന്നതാണ് ഞാനിപ്പോൾ അറിയപ്പെടും. 2 പടത്ത് മരിച്ചുകൊണ്ട് കൊല്ലപ്പെടുന്നതാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ചെറിയ സന്തോഷം തോന്നുന്നുണ്ടാവില്ല. ഇപ്പൊ യൂട്യൂബിലൊക്കെയുള്ള ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ സിനിമയിലേക്ക് വരുമ്പോൾ അവർക്ക് ബാക്ക് ടു ബാക്ക് ചാൻസ് കിട്ടുമ്പോൾ നമ്മളുടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. പക്ഷെ അത്രയൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഇവരെന്നെയൊക്കെ കാണാറുണ്ടോ? പിന്നെ ഈ പുതിയ തലമുറയിലുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് നേരിട്ട് കാണുകയും സൗഹൃദം അങ്ങനെയൊക്കെ ഉണ്ടോ? എൻ്റെ ഏറ്റവും വലിയ രസം ഞാൻ പറയുന്നത്, ഞങ്ങൾ രാവിലെ 9 മണിക്ക് ശേഷമാണ് ഷൂട്ട് വെക്കുന്നത്. രാവിലെ എല്ലാവരും പറയുന്നത് നാളെ 9 മണിയാകും. സാധാരണ ഷൂട്ട് നമ്മൾ 6 മണി 7 മണിക്ക് പറയല്ലേ. ഇത് 9 മണിക്ക് വരാവുള്ളതെന്നാണ് വിളിച്ച് പറഞ്ഞത്. കാപ്പി കുടിച്ചിട്ട് വരണം വീട്ടിൽ നിന്ന്, ഇവിടെ കാപ്പിയില്ല. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് മീൻ വറുത്തിട്ട് മത്തിയൊക്കെ മേടിച്ചിട്ട് 2 ആയിട്ട് ഒടിച്ച് ഒരാൾക്ക് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നാട്ടുകാർ .com തുടങ്ങുന്നത്. അതിൻ്റെ ആ ചിക്കൻ കഴിക്കുന്ന ഒരു ഒറ്റ കാലേ ഉള്ളത്. അതൊക്കെ ഇങ്ങനെ കടിക്കില്ലെന്ന് കടിക്കുന്ന ഒരു ഷോട്ട് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചോണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ആ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ചുരുങ്ങി ചെയ്തത് ഇത്രത്തോളം മൈലേജുകൾ കിട്ടുമെന്നോ അതിനുശേഷം ഇങ്ങനൊരു വലിയ ഒരിക്കലും ഞാൻ സ്വപ്നം വിചാരിച്ചില്ല. ഇത് ഇപ്പോൾ എന്താണ് ജോലി പോലല്ലേ ഇത്, എൻ്റെ ജോലി ഇതാണെന്ന് പറയുന്നത്. വരുമാനം ഞാൻ പറയാം 10 പൈസ കിട്ടിയിട്ടില്ല. 10 പൈസ ഞാൻ ചെയ്ത ഒരു ഇത് ഇപ്പം ചെയ്ത നാട്ടുകാർ .com നാട്ടും കൂട്ടവും പിന്നെ അല്ലെ അതുപോലുള്ള വെബ് സീരീസിലൊന്നും 1 രൂപ പോലും മേടിച്ചിട്ടില്ല. കിട്ടിയിട്ടില്ല.
നമ്മൾ അതിന് വേണ്ട നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി ഒരു സ്ഥലം തപ്പി നടക്കുകയായിരുന്നു നമ്മൾ. പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാം. അതെ. അപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട് എൻ്റെ ഷോർട്ട് ഫിലിമുകളും ഇതെല്ലാം ഞാൻ വിതയാണ്, കൊയ്ത്ത് പിന്നാന്നാണ് പറയുന്നത്. ഇതിപ്പോൾ വിതച്ച് പോവുക. ഇവരൊക്കെ ഡയറക്ടേഴ്സ് ആവും. അപ്പോൾ അന്ന് പുള്ളി വന്ന് കഷ്ടപ്പെട്ട ആൾ വന്നല്ലേ ഒരു സീൻ കൊടുത്തേക്കാന്ന് പറയും വരും എന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ നിൽക്കുന്നത്. അഭിലാഷിനോട് ഞാൻ അന്ന് ചോദിച്ചിട്ടുണ്ട്, അഭിലാഷ് ഇതെവിടെ കാണിക്കാൻ, നാട്ടുകാരുടെ ഡയറക്ടർ ഇതെവിടെ കാണിക്കാനെന്ന് ചോദിച്ചിട്ട് ഒരു പ്രൊമോട്ടർ യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ടെന്ന് പറഞ്ഞു. യൂട്യൂബ് 99 യൂട്യൂബ് സോറി 2009 2010. അപ്പോൾ ചോദിച്ച് യൂട്യൂബ് അങ്ങനെ വിദേശത്തൊക്കെ ഇവർ ലാപ്ടോപ്പിലൊക്കെ അത് കാണാതെ ഞാനത് അതിൻ്റെ കഫേ പോയാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ബഫർ ചെയ്ത് നിൽക്കും, കറങ്ങി വരികയല്ലോ, ഇങ്ങനെ നിൽക്കുന്ന ഞാൻ ഇങ്ങനെ നിൽക്കേണ്ട വരും, മനസ്സിലായോ? അങ്ങനെ അത്ര വർഷം മുമ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എന്നോട് പുള്ളി പറഞ്ഞ് പ്രൊമോട്ടർ നോക്കി നമ്മുടെ ബാത്റൂമിനകത്ത് സിനിമ വരുമെന്ന് പറഞ്ഞു. ബാത്റൂമിൽ ഇപ്പം മൊബൈലുമായിട്ടല്ലേ പോകുന്നത്, കുത്തിക്കൊണ്ട് കാണുകയല്ലേ, ഏതാ കാണുക വെച്ചാൽ കാണുകയല്ലേ. അന്നൊന്നും ഇങ്ങനത്തെ ഇത്രയും സാമ്പത്തികം കിട്ടുന്നൊരു മേഖലയാകുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആകുമെന്നൊന്നും വിചാരിച്ചല്ല. അന്നൊന്നും നമ്മുടെ കയ്യിലേക്ക് ചെറിയ മൊബൈലാണ്, മറ്റേ പട്ടി എറിയുന്ന റബ്ബറിട്ട മൊബൈലൊക്കെയാണ് നമ്മുടെ കയ്യിലിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഈ ഇത്രത്തോളം ഇതിനെ ഇപ്പം പറഞ്ഞ രീതിയിലേക്ക് സിനിമയിലേക്ക് എത്തുന്നു പറയുന്ന വലിയ കാര്യമാണ്. പിന്നെ ശ്രീകാന്ത് വെട്ടിയാർ അമ്മയൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. ഞാനെപ്പോഴും പറയും എന്നെ ഒരു എപ്പിസോഡിന് വിളിക്കുക, കാരണം സിനിമയിൽ അഭിനയിക്കുന്നതിനെക്കൊണ്ട് മൈലേജ് അതിനകത്ത്. പിന്നെ അങ്ങനെ ഒത്തിരി പേര് നമ്മുടെ എല്ലാവരെല്ലാം എൻ്റെ ഈ ഒതലക്കാത്തുരത്തിലെ പയ്യനൊക്കെ അവനൊക്കെ ഇവരുടെ കരിക്കും. ഞാനെപ്പോഴും പറഞ്ഞു ഇവർ ഞങ്ങൾ തുടങ്ങും ഇവരുടെ കരിക്കുമായിട്ടില്ല തേങ്ങയായിട്ടില്ല പറയുന്നത്. അത് വിളഞ്ഞു മുറ്റി അവിടെ നിന്ന് പോയി, സാമ്പത്തിക പ്രശ്നം കൊണ്ട് നിന്ന് പോലെ കേട്ടോ. നമുക്ക് ഫണ്ടില്ലല്ലോ, എന്നും വന്ന് രസത്തിന് അഭിനയിക്കുന്ന പറഞ്ഞാൽ പറ്റുമോ? ഇപ്പം സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് ആയിരിക്കുന്ന ഒരു സമയത്ത് കഴിവുള്ള ആർക്കും കയറി വരാമെന്നുള്ളതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം ഒരു മൊബൈൽ 5 മിനിറ്റ് കാല സ്പെസിഫിക് ആണ്. ഇത്ര മൊബൈൽ കയ്യിലുള്ളത്തോളം കാലം 5 മിനിറ്റ് വെച്ച് നടന്മാരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ സിനിമാ നടന്റെ ഒരു സ്പേസിലേക്കൊക്കെ എത്തിയ ശേഷം കരിക്കിലെ ആ ഒരു വേഷം വളരെയധികം ആളുകൾ സെലിബ്രേറ്റ് ചെയ്തതാണ്. അപ്പൊ ആ ഒരു സ്പേസിലേക്ക് അതിന്റെ എന്തെങ്കിലും കൊളാബറേഷൻസ് പുതിയ ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ വരലോ അല്ലെങ്കിൽ ഭാഗവലോ ഒക്കെ നടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ഇപ്പോഴും തീർച്ചയായിട്ടും കരിക്കുന്ന എപ്പോൾ വിളിച്ചാലും പോയി ചെയ്യും. ഇപ്പം കറന്റ്ലി ഒരു എഴുത്ത് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളി പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാനും. അപ്പോൾ അത് വന്ന വഴി നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല. അല്ല, എൻ്റെ അടുത്ത് ഇപ്പോഴും കൂടുതൽ ആളുകൾ വന്ന് സംസാരിക്കുന്നത് കരിക്കിലല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. ആവാസവും സംസാരിക്കുന്നവരുണ്ട്. ഇപ്പം കൊമേഴ്ഷ്യൽ സിനിമകൾ ചെയ്തു തുടങ്ങിയിട്ട് ഇപ്പം ഈ വർഷമാണ് ആക്ച്വലി അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് സിനിമകളായത്. അപ്പം അത് വെച്ചിട്ട് ആളുകൾ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയോന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴും. എന്നെ ഇപ്പോഴും കരിക്കും ആവാസമൊക്കെ തന്നെയാണ് ആളുകൾ തിരിച്ചറിയുന്നത്. നാട്ടുകൂട്ടത്തിന്റെ പുതിയ എപ്പിസോഡ് ഞാൻ ചെയ്തോണ്ടിരിക്കുക കേട്ടോ, വരുന്നുണ്ട്, വിടില്ല ഞാൻ. അങ്ങനെ അങ്ങ് വാങ്ങണ്ട, നമ്മുടെ റൂട്ട് അതാണല്ലോ, അവിടെ നിന്നാണല്ലോ. ഇപ്പം ആട്ടത്തിന്റെ ഒരു കാര്യം കൂടെ, ആട്ടം എന്ന് പറയുന്ന സിനിമ നിങ്ങൾക്ക് നാടകത്തിന്റെ ഒരു ഭയങ്കര പശ്ചാത്തലം ചോദിക്കാം. അപ്പം നമ്മൾ ഭാഗമായിട്ടുള്ളതല്ലെങ്കിലും ആട്ടം ഒരു കൂട്ടം നാടകത്തിലെ മനുഷ്യർ ചെയ്ത സിനിമയാണ്. അവരുടെയൊക്കെ പലരുടെയും ആദ്യത്തെ സിനിമയായിരുന്നു. അതിന് സംസ്ഥാന പുരസ്കാര വേദികളിലൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പിന്നെ ലഭിക്കുന്നത് ദേശീയ അവാർഡാണ്. അത് 3 പുരസ്കാരങ്ങൾ, അതിലൊരു മികച്ച ചിത്രം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രം. അപ്പം നിങ്ങൾക്ക് നാടകക്കാരൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കതൊരു വളരെ സ്പെഷ്യൽ മൊമെന്റ് ആയിട്ട് നിങ്ങൾക്കൂടെ ഫീൽ ചെയ്തിരുന്നു? ഞങ്ങളുടെ നാട്ടിൻ പ്രദേശത്ത് ഞങ്ങളുടെ അച്ഛനൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്, കാത് കുത്തിയവും പോയാൽ കടുക്കിനിട്ടവും വരും. അതാ ദേശീയ അവാർഡ് അവർക്ക് കിട്ടിയത്. ഇവിടെ അതിനകത്തെ ആനന്ദായാലും എല്ലാവരും എൻ്റെ കൂടെ നാടകം അഭിനയിച്ചവരും അങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുള്ള ആളുകളൊക്കെയാണ്. വിനയനാണെന്നുണ്ടെങ്കിലും എല്ലാവരും വളരെ അടുത്ത ആളുകളാണ് എല്ലാം ലോകധർമ്മിയിൽ ഉണ്ടായിരുന്ന. അപ്പോൾ ഒരു നാട്ടം ഞാൻ കണ്ടതാണ്. ഞാനന്ന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട, കാരണം അത് കുറച്ചും കൂടെ എനിക്ക് വേറെ രീതിയിൽ റിലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നാടകപ്രവർത്തകനും കൂടി ആണ് എന്നുള്ളത്. സിനിമയുടെ തീമിലും നാടകമുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അത് അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ആനന്ദ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെ ഏറ്റവും ഭയങ്കര അതൊക്കെ ഒരു എന്താ പറയുക, പഠിക്കാൻ നാളത്തെ ഒരു തലമുറ പഠിക്കാൻ സാധ്യതയുള്ളൊരു സ്ക്രിപ്റ്റാണ് അതിൻ്റെ. പിന്നെ അതിൻ്റെ ലാളിത്യം ഭയങ്കരമാണ്. ആ ലാളിത്യത്തോടൊപ്പം തന്നെ അത് ഡിസ്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ്, അത് എന്താ പറയുക, ആ സിനിമ കഴിഞ്ഞപ്പോഴത്തേന് ഞാനും അവരിലൊരാളാണെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മളെ തന്നെ എന്താ പറയുന്ന ഒരു പുതുക്കി പണിയുന്ന, പ്രേക്ഷകനെ തന്നെ ഒന്ന് പുതുക്കി പണിയുന്ന ഒരു സിനിമയാണ് ആട്ടം എന്ന് പറയുന്നത്. അത് എല്ലാവരും വളരെ സന്തോഷം. നാടക പ്രവർത്തകർ കൂടിയ ഒരു സിനിമയ്ക്ക് ദേശീയ പുരസ്കാരത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് നാടകക്കാരെന്ന രീതിയിൽ അഭിമാനിക്കുന്നു. പിന്നെ ഒരു കൂട്ടമാണ് നടന്നു കയറിയത്. നമ്മളിങ്ങനെ പറയുമല്ലോ,
സിനിമ അത് നാടകമായി സിനിമയിൽ പലപ്പോഴും പറയാറുള്ള ഒരു വിമർശനത്തിന്റെ സ്പേസിലൊക്കെ നാടകം എന്നുള്ള ടേമിനെ നാടകാഭിനയം എന്നുള്ള ടേമിനെ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു സ്ഥലത്തും കൂടിയാണ് ഇവിടെ സ്ക്രീൻ പ്ലേയിലെ സീൻസ് പോലും സ്റ്റേജ് ചെയ്തിരിക്കുന്നത് നാടകം പോലെയാണ്. അതാണ് അത് സിനിമയിൽ ഒരൊറ്റ റൂമിൽ ആ ഒരു സ്ഥലത്ത് പിന്നെ ഇവരിങ്ങനെ മൂവ് ചെയ്യുന്നതും ഇൻ ആൻഡ് ഔട്ട് സംഭവിക്കുന്നതും ഞാൻ പറഞ്ഞത് ഈ നാടകീയത ഉണ്ടാകുന്നു ഈ നമ്മുടെ എനിക്ക് തോന്നിയ ഒരു കാഴ്ചയാണ്, എൻ്റെ കാഴ്ചപ്പാടാണ്. നമ്മുടെ ഇത് ഇന്ത്യൻ റുപ്പിക്കകത്ത് തിലകഞ്ചേട്ടൻ പറയാം, വിശന്ന് കയറി വന്ന എനിക്ക് ഒരു വയറ് കുറച്ച് ആഹാരം, ഗംഭീര പ്ലേ അല്ലേ, അത് നാടകമല്ലേ, കറക്റ്റ് അല്ലേ? നമ്മൾ നാടകത്തിലാണ് എന്ത് രസകരമായിട്ട് ചെയ്യുന്നത്. അതിനെ ആ സ്ക്രീൻ എന്താവശ്യപ്പെടുന്നു, ക്യാമറ എന്താവശ്യപ്പെടുന്നു, ഒതുക്കി പുള്ളി കൊടുത്തുകൊണ്ടാണ് എൻ്റെ ഇത്. അങ്ങനെ എത്രയോ നമ്മളെടുത്ത് നോക്കിയാൽ എല്ലായിടത്തിനും വൃത്തിയായി നമ്മൾ ഈ അഭിനയം എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നയിക്കുക എന്നുള്ളതല്ല, വേറൊരു കാര്യമില്ലല്ലോ. അപ്പം തോന്നിപ്പിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കിടന്ന് തത്രപ്പാടാണ്. ഇപ്പോഴത്തെ ഈ പുതിയ സിനിമ സാങ്കേതികമായി നിൽക്കുന്നവർ നാടകങ്ങൾ ശരിക്കും കാണുന്നില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു പുതിയ നാടകങ്ങൾ, പുതിയ നാടകത്തിൽ വരുന്ന പള്ളിപ്പറമ്പിലും വന്നിരിക്കുന്ന ആളിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ദിവസം അത്രയും ആളുകൾ സിനിമ കാണുന്നില്ല, ഒരു സിനിമ ഉണ്ടോ? അങ്ങനെയുള്ള കാലത്തിലൂടെ ഇപ്പോൾ പോകുന്നത്. അത് കാണാതെ പ്രൗഢ ഭയങ്കര നാടകം. അതാ നമ്മൾ അല്ല, ഈ ആക്ടർ ഇത് ചെയ്യുന്ന സമയത്ത് അയാളുടെ ഉള്ളിലൂടെ ശരിക്കും കൃത്യമായിട്ട് ഏതൊരു നടനും ആ നാടകം സംഭവിച്ചു പോകുന്നുണ്ട്. ഒരു ആക്ടർ ആ പ്രോസസ്സ് ഉണ്ടല്ലോ ഉള്ളിലൂടെ, ആ നാടകം തന്നെയാണ് ഇത് കടന്നു പോകുന്നത്. ചില അതിന്റെ അളവും പോയിന്റും കുറയ്ക്കുന്നതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രോസസ് എല്ലാം ഒന്ന് തന്നെയാണ്. നമുക്ക് തോന്നുന്നത് നമ്മുടെ ഇപ്പൊ ചുരുളിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ ചുരുളല്ലാതെ മറ്റു നിങ്ങളുടെ 3 പേരുടെയുള്ള പ്രോജക്റ്റുകളും കൂടെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. എന്തൊക്കെയാണ് നടക്കുന്നത്? അത് കഴിഞ്ഞൊരു 2 ആഴ്ച കൊണ്ട് കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ ഒരുമിച്ചുള്ളൊരു പടമുണ്ട്. ഞങ്ങൾ അനിയൻ ചേട്ടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊണ്ടൽ എന്നാണ് ടൈറ്റിൽ. കൊണ്ടൽ ആന്റണി അതിന്റെ മറ്റേ മോഷൻ പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫിലിം. നിങ്ങളും ഫുൾ ആക്ഷൻ ഉണ്ടോ? കടലിന് നടുവിലാണോ ആക്ഷൻ ഒക്കെ നടക്കുന്നത്? എല്ലായിടത്തും ഉള്ളത് ഇദ്ദേഹമാണല്ലേ? രാവിലെ കൊണ്ടൽ കംപ്ലീറ്റ് ബോട്ടിലായിരുന്നു. ഇടയ്ക്ക് കടലിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഓട്ടമാണ് പാലക്കാടേക്ക് ചിത്രീകരണം ഈ തിരക്ക് തന്നെ നമ്മൾ ആഗ്രഹിച്ചത്. നമ്മളെ ജോലി ഉണ്ടോ, ഞാൻ പണിക്ക് പോകാന്നാ പറയുന്നത് സാറിന്. നമ്മുടെ നാട്ടിലെ ഭാഷ അനുസരിച്ച് എന്താണ് രണ്ടിയാക്കിന്റെ പഴയ അങ്ങനെ തന്നെ പറയുന്നത് ഇപ്പോഴും. കാരണം മേത്തിരിയായിരുന്നതുകൊണ്ടേ അത് നമ്മുടെ വായു വരുത്തുന്നത്. കൊണ്ടൽ വലിയ പ്രതീക്ഷയുള്ള, ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷയുള്ള ഒരു വലിയ സിനിമയാണ്. ഒപ്പം പിന്നെ ചിത്തിനി, പിന്നെ നമ്മുടെ ഇത് പിന്നെ ഓണത്തിനാണോ ചിത്തിനി എന്താ ഡേറ്റ് മാറ്റി ഓണത്തോടെ അത് ആദ്യം ഒന്ന് വെച്ചിട്ട് നമ്മുടെ ഈ പ്രശ്നം കാരണം മാറ്റി വെച്ചാൽ തോന്നുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ചെറുതും വലുതായിട്ട് 5-10 ഇറങ്ങാനുണ്ട്. അത് അല്ല സത്യമുള്ള കാര്യം കുഞ്ഞതാക്കിയ അത് വലിയ പടം എന്ന് പറയുന്നത് എളിമയാണ്. ഇപ്പൊ അതിനും കുഴപ്പമാണോ? അല്ല അല്ല ആയിക്കോട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊണ്ടല് കണ്ടിട്ട് ഇവനല്ലാണ് പറഞ്ഞ കൊണ്ടല് ചെറിയ റോളാണ് നീ അങ്ങ് താഴോട്ട് താഴെയാണ് കുട്ടനാടല്ലേ താഴെ. ഓക്കെ, അപ്പൊ നിങ്ങൾ 3 പേരും വലിയ തിരക്കുള്ള നടന്മാരായിട്ട് തന്നെ ഇതുപോലെ രസമുള്ള വേഷങ്ങൾ ചെയ്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടാവട്ടെ. അപ്പൊ ഇത്രയും സമയം സംസാരിച്ചതിന് ഒരുപാട് നന്ദി. ചുരുൾ ഒരു വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന മികച്ചൊരു സിനിമയായിട്ട് ഒരുപാട് ആളുകളിലേക്കും എത്തട്ടെ. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷം. ഇത് തിയേറ്ററിലെ ആള് കൂടിയില്ലെങ്കിൽ കൂടി കുറെ സിനിമാക്കാരെങ്കിലും സിനിമ കാണണം, ഞങ്ങൾക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഓഗസ്റ്റ് 30 തിയേറ്ററിലേക്ക് എത്തി പ്രേക്ഷകരിന്ന് കാണണം. ഈ ചുരുളൊന്ന് നിവർത്തിട്ട് പോകണം. സന്തോഷം. ഓക്കെ, താങ്ക് യു.